ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. രണ്ടു മരം വെട്ടുകാര് മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും മത്സരിച്ചാണ് മരം വെട്ടുന്നത്. മറ്റൊരുവനേക്കാൾ കൂടുതൽ തനിക്ക് മരം വെട്ടണമെന്നും അധികം പണം നേടണമെന്നും ഈ രണ്ടു പേർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെയാള് നിർത്താതെ വിശ്രമിക്കാതെ മരം വെട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷേ രണ്ടാമത്തെ മനുഷ്യൻ മാത്രം കുറെ നേരം മരം വെട്ടിയിട്ട് കുറച്ചു നേരം വിശ്രമിക്കും. അങ്ങനെ വിശ്രമിച്ചാണ് അയാൾ അന്ന് മരം വെട്ടിക്കൊണ്ടിരുന്നത്. മറ്റേ മരപ്പണിക്കാരൻ വിചാരിച്ചു അയാളേക്കാൾ കൂടുതലായിട്ട് എനിക്ക് വെട്ടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തീക്ഷ്ണതയോടെ അയാള് നിർത്താതെ വെട്ടിക്കൊണ്ടിരുന്നു. വൈകുന്നേരമായി. യജമാനൻ മരമെന്തോരമുണ്ടെന്ന് നോക്കാനായിട്ട് വന്നപ്പോൾ ആ വിശ്രമിച്ച് മരം വെട്ടിക്കൊണ്ടിരുന്ന മനുഷ്യൻ വിശ്രമിക്കാതെ വെട്ടിയിരുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ മരം വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് അത്ഭുതം തോന്നിയ അയാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ വിശ്രമമില്ലാതെ വെട്ടിയിട്ടും നീ വിശ്രമിച്ച് വെട്ടിയിട്ടും നിനക്ക് എന്നേക്കാൾ കൂടുതൽ മരം വെട്ടാനായിട്ട് സാധിച്ചത്? അയാൾ പറഞ്ഞു, ഞാൻ വിശ്രമിക്കുമ്പോൾ എൻ്റെ മഴുവിൻ്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ നിമിഷവും മൂർച്ചയുള്ള മഴു കൊണ്ട് വെട്ടുമ്പോഴാണ് എനിക്ക് നിന്നേക്കാൾ ധാരാളം മരം വെട്ടാനായിട്ട് സാധിച്ചത്. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് ഈശോ 10 കന്യകമാരുടെ ഉപമ പറയുന്നുണ്ട്. 5 വിവേകവതികളായ കന്യകകളും 5 വിവേകരഹിതരായ കന്യകമാരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 10 പേരുടെ കയ്യിലും വിളക്കുണ്ടായിരുന്നു എന്നതാണ്. 10 പേരുടെ കയ്യിലും ഉണ്ടായിരുന്ന വിളക്ക് കത്തുന്നതുമായിരുന്നു. പക്ഷേ 5 പേർക്ക് മാത്രമാണ് മണവാളൻ വന്നപ്പോൾ സ്വീകരിക്കാൻ പറ്റിയത്. കാരണം മറ്റ് 5 പേരുടെ കരങ്ങളിൽ ഈ വിളക്ക് അണഞ്ഞു പോകാതെ നിരന്തരം കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നില്ല എന്നതായിരുന്നു പോരായ്മ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നന്മകളുണ്ട്. നമുക്ക് നന്മ ചെയ്യുന്നവരാണ്, തീക്ഷ്ണതയോടെ ക്രിസ്തുവിന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. പക്ഷേ ക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഒരു എണ്ണ പോലെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വഴിയിലെവിടെയെങ്കിലും നമ്മുടെ കരങ്ങളിലുള്ള വെളിച്ചം നഷ്ടപ്പെട്ടു പോകുമെന്ന് മറക്കാതിരിക്കാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും വരുമ്പോൾ വിശ്വാസമുള്ള ആരെയെങ്കിലും എനിക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യം, അതിനൊരു മറുപടിയാകട്ടെ നമ്മുടെ ജീവിതം. വിശ്വാസത്തോടെ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന, അവൻ നൽകിയ വിശുദ്ധിയുടെ വെളിച്ചം, അവൻ നൽകിയ നന്മയുടെ വെളിച്ചം ഒരിക്കലും അണഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കാൻ തക്കവിധം നമ്മുടെ ജീവിതത്തിൽ മാമോദീസ വഴി ലഭിച്ച ദൈവവരം ഉജ്ജ്വലിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.